കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം വിങ്ങിക്കരഞ്ഞുകൊണ്ടേശു മഹേശ്വര തെറ്റുകളേറ്റു ചൊല്ലാം സ്വർഗ കവാടം തുറന്നു ഇഹത്തിൽ നീ ജീവന്റെ അപ്പമായി വിങ്ങിക്കരഞ്ഞുകൊണ്ടേശു മഹേശ്വര തെറ്റുകളേറ്റു ചൊല്ലാം സ്വർഗ കവാടം തുറന്നു ഇഹത്തിൽ നീ ജീവന്റെ അപ്പമായി കാർമേഘം പാരിൽ പരത്തി ഞാൻ ശാപത്തിൻ വിത്തുപാകി പാപമാം വിളനീളം വെട്ടിയൊരുക്കി നിൻ ക്രൂശിനു രൂപമേകി കാലത്തിൻ കാർമേഘം പാരിൽ പരത്തി ഞാൻ ശാപത്തിൻ വിത്തുപാകി പാപമാം വിളനീളം വെട്ടിയൊരുക്കി നിൻ ക്രൂശിനു രൂപമേകി ആശ്രിതകാലംബദായകനാകും നീ നിണമാർന്ന കാരുണ്യമേകൂ എന്നപരാധമേറ്റ കൈ നീട്ടൂ കരഞ്ഞുകൊണ്ടേശു മഹേശ്വര തെറ്റുകളേറ്റു ചൊല്ലാം സ്വർഗ കവാടം തുറന്നു ഇഹത്തിൽ നീ ജീവന്റെ അപ്പമായി
കണ്ടു മതിച്ചെൻ്റെ ലക്ഷ്യത്തിൻ ദിക്കുമാറി. അറിഞ്ഞിട്ടുമറിയാതെ നിൻ സ്വരം കേൾക്കാതെ വഴിമാറി ദൂതനായി. ഇഹത്തിലെ കാഴ്ചകൾ കണ്ടു മതിച്ചെൻ്റെ ലക്ഷ്യത്തിൻ ദിക്കുമാറി. അറിഞ്ഞിട്ടുമറിയാതെ നിൻ സ്വരം കേൾക്കാതെ വഴിമാറി ദൂതനായി. എങ്കിലും നാഥാ നിൻ ദൃഷ്ടി എന്നെ നോക്കി എന്നും വിളിച്ചിടുന്നേവം ഓമനയായി കരുതുന്നു. കരഞ്ഞുകൊണ്ടേശു മഹേശ്വര തെറ്റുകളേറ്റു ചൊല്ലാം. സ്വർഗ കവാടം തുറന്നു ഇഹത്തിൽ നീ ജീവന്റെ അപ്പമായി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ജനിക്കാൻ പോകുന്ന ശിശു അത്യുന്നതൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു എന്നിലും നിന്നിലും രൂപപ്പെടുമ്പോഴാണ് എൻ്റെ ജീവിതം, നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുക. നാം അനുഗ്രഹിക്കപ്പെടുവാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. ആ കാരണം ക്രിസ്തുവായി നാം മാറുക എന്നതാണ്. ഈ ലോകത്തിൻ്റെ നിയമങ്ങളെ ദൂരേക്ക് മാറ്റി നിർത്തി ഈ ലോകത്തിൽ ക്രിസ്തു ലോകത്തിൻ്റെതല്ലാതെ പോലെ ജീവിച്ചതെങ്കിൽ എനിക്കും നിങ്ങൾക്കുമുള്ള ജീവിതം അപ്രകാരമുള്ളതാണെന്ന് നാം മനസ്സിലാക്കണം. ക്രൈസ്തവ ജീവിതം നിത്യതയിൽ അഭിഷേകം പ്രാപിച്ച ജീവിതമാണ്. ഞാനും നിങ്ങളും ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുമ്പോൾ നിത്യതയെ പ്രത്യാശ വെച്ചുകൊണ്ട് വേണം ജീവിക്കുവാൻ. അതിന് ക്രിസ്തു എന്നിലും നിങ്ങളിലും രൂപപ്പെടണം. എന്നിലും നിങ്ങളിലും ക്രിസ്തു രൂപപ്പെടുവാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം പരിശുദ്ധാത്മാവിനാൽ ഞാനും നിങ്ങളും നിറയപ്പെടുക. ക്രൈസ്തവന്റെ പരാജയം എന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാത്ത ജീവിതമാണ് ക്രൈസ്തവന്റെ പരാജയം. നമ്മുടെ ചുറ്റുപാടും ക്രൈസ്തവരായ നമ്മളെല്ലാം നിരവധി പ്രതിസന്ധിയിലൂടെയാണ് അനുദിനം കടന്നു പോകുന്നത്. ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ ജനം പരാജയപ്പെടുന്നതും ശക്തി നഷ്ടപ്പെട്ടു പോകുന്നതും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിക്കാത്തത് കൊണ്ടാണ്. ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിക്കേണ്ട കാലഘട്ടമാണിത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ വിജാതീയ നിയമങ്ങൾ നിങ്ങൾ പാലിക്കുവാൻ ഇന്ന് നിർബന്ധിക്കപ്പെടുന്നു. ലോകമൊരുക്കിയ നിയമനിർമ്മാണ സഭയുടെ അടിത്തറയിൽ ഊന്നൽ നൽകിക്കൊണ്ട് നാം വിവാഹമോചനം, കേസ്, കൊലപാതകത്തിന് സാക്ഷ്യം എന്നിവ വഹിച്ചുകൊണ്ട് നാം കടന്നു പോകുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു പഠിപ്പിച്ച നിയമം ഇതാണോ? എൻ്റെയും നിങ്ങളുടെയും സാക്ഷ്യ ജീവിതം ഇതാണോ? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ക്രിസ്തു പഠിപ്പിച്ച ജീവിതം സ്തെഫാനോസ് ജീവിച്ചു. കല്ലെറിഞ്ഞു കൊന്നവനോട് ക്ഷമിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് സ്തെഫാനോസ് കടന്നുപോയപ്പോൾ മറ്റൊരു പൗലോസ് രൂപപ്പെട്ടു. അവിടെ പൗലോസും പത്രോസും കടന്നുപോയപ്പോൾ പിന്നാലെ വന്ന അനേകം വിജാതിയർ ക്രിസ്തുവിനെ കണ്ടുമുട്ടി. ഞാനും നിങ്ങളുമാകട്ടെ ഈ ദിവസം ക്രിസ്തുവിനെ പങ്കുവെക്കുവാൻ തക്കവിധം വളർച്ച പ്രാപിച്ചിട്ടില്ല താൻ. പ്രിയപ്പെട്ടവരെ, എന്നിൽ ക്രിസ്തു ഉണ്ടോ, നിന്നിൽ ക്രിസ്തു ഉണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ വചനങ്ങൾ അനുസരിച്ചുള്ള ജീവിതമാണോ ഞാനും നിങ്ങളും നയിക്കുന്നത്. പത്രോസ് കാരാഗ്രഹത്തിൽ കടന്നപ്പോൾ ആദിമസഭ എന്താ ചെയ്തത്?
അവനൊരു രാജാവിൻ്റെയും പിറകെ പോയില്ല, ഒരു ശതാധിപന്റെയും പുറകെ പോയില്ല, ഒരു നിയമനിർമ്മാണത്തിന്റെ പിന്നാലെ പോയില്ല. സഭ അവന് വേണ്ടി മുട്ടുകുത്തി കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ നിലവിളിച്ചപ്പോൾ പത്രോസിനെ അടച്ചിട്ടിരുന്ന കാരാഗൃഹത്തിന്റെ വാതിൽ ദൂതൻ വഴി തുറന്ന് പത്രോസ് പുറത്തേക്ക് വന്നു. ഇന്ന് അനേകം വിശുദ്ധര് പീഡിപ്പിക്കപ്പെടുമ്പോൾ ഞാനും നിങ്ങളും ടെലിവിഷനിൽ സിനിമ കണ്ടും കോമഡി കണ്ടും ആസ്വദിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണ് പീഡിപ്പിക്കപ്പെടുന്ന പൂട്ടിക്കെട്ടപ്പെട്ട എന്റെയും നിങ്ങളുടെയും ക്രൈസ്തവ സഹോദരൻ എങ്ങനെ സ്വതന്ത്രനാകും? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പറയുന്നു ഭരണാധിപന്മാരെ കുറ്റം പറയുന്നു, നമ്മൾ ഇന്ന് വൈദികരെ കുറ്റം പറയുന്നു, നമ്മൾ ഇന്ന് സഭാശ്രേഷ്ഠരെ കുറ്റം പറയുന്നു. കുറ്റം വിധിക്കേണ്ട കാലഘട്ടമാണോ ഇത്? തിരിഞ്ഞു നോക്കണം. ഈജിപ്തിലെ മറിയം എന്ന ഒരു വിശുദ്ധയുണ്ട്. പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് അവളെ ദൈവം വിശുദ്ധിയുടെ ഉന്നത പടവിലേക്ക് കൊണ്ട് കൈപിടിച്ച് നടത്തിയപ്പോൾ അവളുടെ ജീവിതം വായിച്ചവരും അവളെക്കുറിച്ച് കേട്ടവരും കർത്താവിന് സാക്ഷ്യം നൽകി. സാത്താന്റെ പുരോഹിതനായിരുന്ന ബെർത്തലോലോങ്കോ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ ഒരു ദേശം ഒന്നാകെ ക്രിസ്തുവിന്റെ പിന്നാലെ നടന്നു. ആർഭാട ജീവിതത്തിന് സുപരിചിതമായിരുന്ന അസീസിലെ ഫ്രാൻസിസ് ക്രിസ്തുവായി രൂപപ്പെട്ടപ്പോൾ ലോകത്തിന്റെ പല കോണുകളിൽ നിന്ന് അനേകം ജനങ്ങൾ ക്രിസ്തുവിനെ ഏറ്റെടുത്തു. എന്തിനീ ഭാരതത്തിലെ അനേകം കത്തിക്കുത്തുകൾ ഏറ്റുവാങ്ങി ഒരു റാണി മരിയ സിസ്റ്റർ മരണപ്പെട്ടപ്പോൾ അത് കണ്ടുകൊണ്ട് അനേകര് ക്രിസ്തുവിനെ ഏറ്റെടുത്തു. എന്നിൽ ക്രിസ്തു രൂപപ്പെട്ടാൽ എൻ്റെ ചുറ്റുപാടുകളിലും ക്രിസ്തു രൂപപ്പെടും. എന്നിലും അവരിലും ക്രിസ്തു രൂപപ്പെട്ടാൽ എൻ്റെയും നിങ്ങളുടെയും പ്രതിസന്ധികൾക്ക് ഉത്തരമായി. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന ജീവിതത്തിലേക്കല്ല ക്രിസ്തു നമ്മളെ വിളിച്ചത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ ക്രിസ്തു പറയുന്നുണ്ട് വളരെ വ്യക്തമായി. പൗലോസിന്റെ ആദരത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യണമെങ്കിൽ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവിക്കുന്ന ദൈവത്തെ സ്വന്തമാക്കണം. ആ ദൈവത്തെ സ്വന്തമാക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ഞാനും നിങ്ങളും നിറയപ്പെടണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശക്തരല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ശക്തി നമ്മിലാണെന്നാണ് നാം പറയുന്നത്. നമ്മൾ ശക്തരല്ല എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മിൽ ആശ്രയിക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത്. പിന്നെ ആരിൽ ആശ്രയിക്കണം? ദൈവത്തിൽ സമ്പൂർണമായി ആശ്രയിക്കണം. പരിശുദ്ധാത്മാവ് ആദിമ സഭയെ ബലപ്പെടുത്തിയ പോലെ ആധുനിക സഭയെ ബലപ്പെടുത്തുവാൻ ഈ കാലഘട്ടത്തിൽ ഒരുങ്ങുന്നു. സ്വീകരിക്കുവാൻ നിങ്ങളും ഞാനും തയ്യാറാണോ എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ചോദ്യം. പ്രിയപ്പെട്ടവരെ, നീ നിന്റെ വീടിന്റെ റൂമിനുള്ളിൽ കതകടച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരും. നീ നിന്റെ ദേവാലയത്തിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരോടെ നീ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ചാൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരും. നീ യാത്ര ചെയ്യുമ്പോൾ നീ ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥനയോടെയാണ് പോകുന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരും. 1 യോഹന്നാൻ 2-ാം അധ്യായം 27-ാം വാക്യം ഇപ്രകാരമല്ലേ പറയുന്നത്? ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു. പുറമേ നിന്ന് പൊട്ടിപ്പുറപ്പെടേണ്ടതല്ല, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പൊട്ടി ഒഴുകേണ്ട ജീവനദിയുടെ കൂടാരമാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് എന്നിലുണ്ട്, നിങ്ങളിലുണ്ട്. ഈ കാലഘട്ടത്തിൽ നാം ഇന്ന് നേരിടുന്ന ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള ബലം എൻ്റെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ ബോധ്യങ്ങളിൽ ഒന്നാണ്, നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനത്രേ. ആരാണ് എൻ്റെ ഉള്ളില് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത്? അത് ജീവിക്കുന്ന ദൈവം, ഈ ലോകത്തിലെ ഏക സത്യദൈവമായ യേശു ക്രിസ്തുവാണ് നിന്റെ ഉള്ളില് എൻ്റെ ഉള്ളില് വസിക്കുക. എന്നിലും നിന്നിലും യേശുവാണ് ഏക സത്യദൈവമെന്ന വിശ്വാസം ഇനിയും രൂപപ്പെടാത്തത് നമ്മുടെ പരാജയം. പ്രിയപ്പെട്ടവരെ, അനേകം നാളുകളായി ദൈവജനം കാത്തിരുന്ന ഒരു വരവായിരുന്നു രക്ഷകന്റെ വരവ്. ദൈവജനം കാത്തിരിക്കുകയാണ്, ഒരു രക്ഷകൻ വരും. അവരെന്താ കാത്തിരുന്നതെന്ന് അറിയാമോ? അവര് കാത്തിരുന്നത് അവർക്ക് ദൈവം വാഗ്ദാനം നൽകിയ വാഗ്ദാന ദേശം, അവർക്ക് നഷ്ടപ്പെട്ട രാജ്യം വീണ്ടെടുത്ത് കൊടുക്കുവാൻ വേണ്ടി ഒരു രക്ഷകൻ വരും. അവൻ ഇവിടെ വന്ന് ഈ ഭൂമിയിൽ ഒരു രാജ്യം സ്ഥാപിച്ച് അവരുടെ രാജാവായി അവരുടെ മധ്യേ വസിച്ച് അവരെ നയിക്കുമെന്നതായിരുന്നു അവരുടെ കാഴ്ചപ്പാട്. എന്നാൽ ക്രിസ്തു ഇറങ്ങി വന്നിട്ട് ക്രിസ്തു എന്താ ചെയ്തേ? മരക്കുരിശിൽ മരണം വരിച്ച് ഉദ്ധിതനായി സ്വർഗാരോഹണം ചെയ്തിട്ട്
തെളിവ് നൽകിക്കൊണ്ട് പറഞ്ഞു, നമ്മൾ ഈ ഭൂമിയിൽ അവസാനിക്കേണ്ട ജീവിതമല്ല, നിത്യതയിൽ നിത്യം നിലനിൽക്കേണ്ട ജീവിതമാണ്. പീലാത്തോസിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ക്രിസ്തു പറഞ്ഞില്ലേ, എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ഇവിടെയല്ല, ഇവിടെയായിരുന്നുവെങ്കിൽ നിന്റെ കരങ്ങളിൽ പെടാതിരിക്കുവാൻ എൻ്റെ ഭൃത്യന്മാർ, എൻ്റെ സേവകന്മാർ ഇപ്പോൾ യുദ്ധം ചെയ്യുമായിരുന്നെന്ന് ക്രിസ്തു പറഞ്ഞു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തെ നോക്കി അത് സ്വന്തമാക്കുവാൻ വേണ്ടി എനിക്കും നിങ്ങൾക്കും ജീവിക്കാം. നമ്മൾ ഈ ലോകത്തിന്റെ അധികാരങ്ങൾ, സ്ഥാനമാനങ്ങൾ, ജോലി നഷ്ടം, ശരീരത്തിൽ രോഗം വന്ന് മരണം വന്ന് വിളിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്ത് ഭയമാ, എന്ത് ദുഃഖമാ. പ്രിയപ്പെട്ടവരെ, സ്വർഗം നഷ്ടപ്പെടുമെന്നും ക്രിസ്തു നഷ്ടപ്പെടുമെന്നും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ എന്നിലും നിങ്ങളിലും നടക്കുന്നില്ല എന്നറിയുമ്പോൾ നിങ്ങൾ ഇത്രത്തോളം വേദനപ്പെടാറുണ്ടോ? നിങ്ങൾക്ക് ഇത്രയും വേദനയുണ്ടോ? ചങ്കിൽ നീറ്റലുണ്ടോ? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നിലച്ചു പോകുമ്പോ, ക്രിസ്തുവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉള്ളിൽ ഈറ്റുനോവ് അനുഭവിക്കുന്ന ഒരു വേദന രൂപപ്പെടാറുണ്ടോ? ദൈവം രാജാവായിട്ടുള്ളപ്പോൾ മനുഷ്യനെ രാജാവാക്കി പരാജയം ഏറ്റുവാങ്ങിയ ഇസ്രായേൽ ജനത്തിന്റെ അതേ പാതയിലാണ് ഇന്നത്തെ ക്രൈസ്തവ വിശ്വാസ സമൂഹത്തിൽ പെടുന്ന ഞാനും നിങ്ങളും. ദൈവമാണ് നമ്മുടെ രാജാവ്, ദൈവമാണ് നമ്മുടെ നേതാവ്, ദൈവമാണ് നമ്മളുടെ അധികാരി. നാം ഇന്ന് മനുഷ്യരിൽ ആശ്രയം വെച്ചുകൊണ്ട്, പ്രഭുക്കന്മാരിൽ ആശ്രയം വെച്ചുകൊണ്ട് തകർന്നടിയുന്നവരുടെ കൂട്ടത്തിലേക്ക് നിലം പതിച്ചു പോകുന്നു നമ്മുടെ ജീവിതം. പരിശുദ്ധാത്മാവിനെ വീണ്ടും ഒരു രണ്ടാം പെന്തക്കോസ്തയുടെ അഭിഷേകമായി ഈ കാലഘട്ടത്തിലേക്ക് ഇറങ്ങി വരട്ടെ. ദൈവജനം മുഴുവന്റെ മേൽ ഇറങ്ങി വരട്ടെ. ആദിമസഭ ഉണർന്നത് പോലെ നമ്മളൊന്ന് ഉണരട്ടെ. ആധുനിക സഭ, ആദിമസഭ ഉണർന്നതുപോലെ ആധുനിക സഭ ഉണർന്നാൽ എന്താ സംഭവിക്കുകയെന്ന് നമ്മൾക്ക് ഊഹിക്കാൻ പോലും കഴിയുകയില്ല. കാരണം 12 പേരെ കൊണ്ട് ലോകത്തിന്റെ കോണുകളിൽ ക്രൈസ്തവ വിശ്വാസം പടുതുയർത്തിയെങ്കിൽ ആധുനിക സഭയിൽ വിരലിൽ എണ്ണിയാലോ എത്ര എണ്ണിയാലും തീരാത്ത ക്രൈസ്തവ വിശ്വാസ സമൂഹമുണ്ട്. അവരെല്ലാവരും ആത്മാവിനാൽ ഒന്ന് ഉണർന്നാൽ എന്തായിരിക്കും ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത്? സ്വപ്നം കാണാൻ കഴിയുമോ? ഇതുവരെയും നാം ഉണർന്നിട്ടില്ല. വെളിപാടിന്റെ പുസ്തകത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നില്ലേ, ഉറങ്ങുന്നവനെ ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉണർത്തുക. ഇനിയും എന്ന്, ഏത് കാലഘട്ടത്തിലാ ഞാനും നിങ്ങളും ഉണരാൻ പോകുന്നത്? ഏത് നാളേക്കാ അത് മാറ്റിവെച്ചിരിക്കുന്നത്? നാളേക്ക് മാറ്റിവെക്കേണ്ടതല്ല, പരിശുദ്ധാത്മാവിനോട് ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, പത്രോസിന്റെ മേൽ, പൗലോസിന്റെ മേൽ, സ്തഫാനോസിന്റെ മേൽ ഇറങ്ങി വന്നതുപോലെ എന്റെ ജീവിതത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്, താറുമാറായിരിക്കുന്ന എന്റെ വിശ്വാസ സമൂഹത്തിലേക്ക് ഇറങ്ങി വരണമേ എന്ന് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം കൊണ്ട് ഞാനും നിങ്ങൾ നിറയട്ടെ, നമ്മുടെ സമൂഹം നിറയട്ടെ, നമ്മുടെ കുടുംബം നിറയട്ടെ, ക്രിസ്തു രൂപപ്പെടട്ടെ. ജീവിക്കുന്ന ക്രിസ്തുവായി ഞാനും നിങ്ങളും രൂപപ്പെടട്ടെ. പത്രോസിന്റെ നീടലിൽ സൗഖ്യമുണ്ടെങ്കിൽ, പൗലോസിന്റെ തൂവാലകളിൽ സൗഖ്യ സ്പർശനമുണ്ടെങ്കിൽ അതിൽ പോലും ക്രിസ്തു ഉണ്ടായിരുന്നു. വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പോലും ഉള്ളിൽ ക്രിസ്തു രൂപപ്പെടുന്നുണ്ടോ എന്ന് നാം പ്രാർത്ഥിക്കണം. ജീവിക്കുന്ന ദൈവത്തെ നാവിൽ അപ്പത്തിന്റെ രൂപത്തിൽ സ്വീകരിച്ചിട്ട്, ഒന്നല്ല രണ്ടല്ല വർഷങ്ങളോളം ആവർത്തിച്ച് സ്വീകരിച്ചിട്ട് എന്നിൽ ഇതുവരെ ക്രിസ്തു രൂപപ്പെട്ടിട്ടുണ്ടോ? എന്റെ കുടുംബത്തിൽ ഇതുവരെ ക്രിസ്തു രൂപപ്പെട്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള ഏക പരിഹാരം അത് നസ്രായനായ യേശുവാണെന്ന് നാം നമ്മുടെ മക്കളോട്, നമ്മുടെ ജീവിത പങ്കാളിയോട്, നമ്മുടെ മാതാപിതാക്കളോട് പറഞ്ഞു കൊടുക്കാൻ തക്ക വിധം എന്റെ വിശ്വാസം ഇതുവരെ ക്രിസ്തുവിൽ ജീവൻ പ്രാപിച്ചിട്ടുണ്ടോ? എന്റെ കുടുംബത്തിൽ കുടുംബകലഹമുണ്ട്, എന്റെ സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ട്, എന്റെ തലമുറകളിൽ മാറാ രോഗങ്ങളും കടബാധിതകളും കുടുംബ തകർച്ചകളുമുണ്ട്. ഇന്ന് എനിക്ക് നിങ്ങൾക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? പങ്കുവെച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഈ പ്രശ്നങ്ങൾക്കുള്ള ഏക പരിഹാരത്തിന്റെ പേരാണ് നസ്രായനായ ക്രിസ്തു എന്ന്. അവന്റെ വചനങ്ങൾ അനുസരിച്ചാൽ ക്ഷമയുടെ വലിയ കൃപ എന്റെയും നിങ്ങളുടെയും കുടുംബത്തിലേക്ക് കടന്നു വരും. കുരിശിൽ കിടന്ന് ക്രിസ്തു പ്രാർത്ഥിച്ചില്ലേ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ക്ഷമിക്കാൻ പറ്റാത്ത തരത്തിൽ വെറുപ്പിന് അടിമപ്പെട്ടു പോയി തകർന്നടിയുന്ന നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒന്ന് പിന്തിരിഞ്ഞ് നോക്കിക്കൊണ്ട് നമുക്ക് പറയാം, ഇന്ന് എന്നിൽ ക്രിസ്തു ഒന്ന് രൂപപ്പെട്ടെങ്കിൽ, ഇന്ന് എൻ്റെ കുടുംബത്തിൽ ക്രിസ്തു ഒന്ന് രൂപപ്പെട്ടെങ്കിൽ എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അവസാനിച്ചേനെ.
നമ്മുടെ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ട് വേണ്ടേ നമുക്ക് വചനം ഒന്ന് പങ്കുവെക്കുവാൻ, നമുക്ക് ക്രിസ്തുവിനെ ഒന്ന് പങ്കുവെക്കുവാൻ. എൻ്റെ പ്രശ്നങ്ങൾ അവസാനിക്കാത്ത ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവരിലേക്ക് എനിക്ക് എങ്ങനെ ക്രിസ്തുവിനെ പങ്കുവെച്ചു കൊടുക്കാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നിങ്ങളെ നോക്കി ഈശോ വിളിക്കുന്നുണ്ട്. മാർക്കോസ് 3:13 പറയുന്നില്ലേ, എൻ്റെ അടുത്തേക്ക് വരാൻ. അപ്പോസ്തലന്മാരെ വിളിച്ചവൻ ഇന്ന് എന്നെയും നിങ്ങളെയും വിളിക്കുന്നുണ്ട് അവനോട് ഒന്നായിരിക്കുവാൻ. എന്തിനാ അവൻ വിളിച്ചത്? തന്നോട് കൂടെ ആയിരിക്കുവാൻ. മത്തായി 28:20 എന്താ പറയുന്നത്? യുഗാന്തത്തോളം എന്ന് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്തെഫാനോസ് മരണത്തിന് തൊട്ടു മുമ്പ് കണ്ടത് എന്താ? സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് തന്നെ സ്വീകരിക്കാൻ യേശു എഴുന്നേറ്റ് നിൽക്കുന്നത്. തന്റെ അരികിലേക്ക് വിളിച്ചവൻ യുഗാന്ത്യത്തോളം എന്നേക്കും ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞവൻ, നിത്യതയിൽ അവനോടൊപ്പം വസിക്കുവാൻ നമ്മെ ചേർക്കുന്നവൻ. അപ്പോസ്തലന്മാരോട് പറഞ്ഞില്ലേ, ഞാൻ പോയി സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കാൻ ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് ഇതിന്റെ മേലൊരു അടിത്തറയുണ്ടോ? ഇത്തരത്തിലൊരു അടിത്തറ പണിതുകൊണ്ടാണോ ഞാൻ നിങ്ങളും ജീവിക്കുന്നത്? സഭയല്ല നമ്മുടെ പ്രശ്നം. നമ്മൾ ഇന്ന് സഭയെയും സഭയുടെ ശുശ്രൂഷകളെയും കുറ്റം പറയുന്നു. രാഷ്ട്രമല്ല, രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണമല്ല പ്രശ്നം. നമ്മൾ അവരെ കുറ്റം വിധിക്കുമ്പോൾ എന്നിലും നിന്നിലും ഇന്ന് ക്രിസ്തു രൂപപ്പെടാത്തതാണ് യഥാർത്ഥ പ്രശ്നം. 4 നൂറ്റാണ്ടുകളിൽ കൊന്നു തള്ളിയ ക്രൈസ്തവരുടെ എണ്ണം എനിക്ക് നിങ്ങൾക്കും അറിയാമോ? മാറി മാറി വന്ന 10ഓളം ചക്രവർത്തിമാര് കൊന്നു തെള്ളിയിട്ടും ഈ ഭൂമിയിൽ നിശേഷം നശിച്ചു പോകാതെ വളർന്ന് ആ ചുടുനിണത്തിന് മീതെ വളർന്നു വന്നവരുടെ സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. എങ്കിൽ എൻ്റെ പ്രശ്നം എന്താ? നിങ്ങളുടെ പ്രശ്നം എന്താ? സഭ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ? സഭയുടെ വിശ്വാസ സമൂഹത്തിന് ക്രിസ്തുവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന നിലച്ചു പോയിരിക്കുന്നു. കൂദാശകളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ചുറ്റുപാടും ഒന്ന് കണ്ണു തുറന്ന് നോക്കിക്കേ. പള്ളിയിൽ ചടങ്ങിന് കൊറോണ അതൊരു കാരണമായി. ലോകത്തില് ക്രിസ്തുവിൽ നിന്ന് അകലാനും എല്ലാം കാരണമായപ്പോൾ ഇതേ കാരണങ്ങൾ തന്നെയാണ് അനേകർക്ക് ക്രിസ്തുവിലേക്ക് അടുക്കുവാനും ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനും കാരണമായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, അപരനെ പഴിചാരുന്നതിന് പകരം ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ഈശോ പറഞ്ഞു, മനുഷ്യർ കാണുന്നതല്ല ഞാൻ കാണുന്നത്. സാമുവേലിന്റെ പുസ്തകത്തിലെ കർത്താവ് എന്താ പറഞ്ഞത്? മനുഷ്യർ ബാഹ്യ രൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. എൻ്റെ ഉള്ളറിയുന്ന ദൈവം എന്നോടും നിങ്ങളോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിന്റെ ഉള്ളിൽ ഞാനുണ്ടോ? നിന്റെ ഉള്ളിൽ ഞാനാണോ എന്ന് ചോദിക്കുമ്പോൾ എന്തുത്തരം പറയും? എൻ്റെ ഉള്ളിൽ രാഷ്ട്രീയ പ്രബോധനങ്ങളാണ്, എൻ്റെ ഉള്ളിൽ ലോകത്തിന്റെ പ്രതിസന്ധിയാണ്, എൻ്റെ ഉള്ളിൽ മറ്റ് സ്വപ്നങ്ങളാണ്, എൻ്റെ ജോലിയെക്കുറിച്ചുള്ള ആകുലതകളാണ്, എൻ്റെ മക്കളെ കെട്ടിച്ചു വിടാനുള്ള കാര്യങ്ങളാണ്. നോഹ പറയുന്നു, പ്രളയം വന്ന് മൂടുവോളം തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും കഴിപ്പിച്ചും അവർ കടന്നുപോയി. യേശുവിന്റെ 2ാം വരവിലും ഇത് തന്നെയല്ലേ സംഭവിക്കാൻ പോകുന്നത്? നിത്യതയിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ടുള്ള ജീവിതമല്ല, തിന്നും കുടിച്ചും ജോലി കണ്ടെത്തിയും ചെയ്തും മക്കളെ കെട്ടിച്ചും വിവാഹം കഴിച്ചും കഴിപ്പിച്ചും നാം കടന്നു പോകുമ്പോഴത്തേനും 2ാം വരവ് ആഗതമാകും. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം പറയുന്നത് പോലെ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും മാറ്റപ്പെടുമ്പോൾ നാം ഏത് ഭാഗത്തായിരിക്കും? പത്രോസിനും പൗലോസിനും സ്തഫാനോസിനും മറിയത്തിനും ബർത്തലോലോങ്കയ്ക്കും ഈജിപ്തിലെ മറിയത്തിനുമൊക്കെ മഗ്ദലന മറിയത്തിനുമൊക്കെ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം വസിക്കാൻ ഇടം കൊടുത്തവൻ കരുണയുടെ ദൈവം, കാരുണ്യത്തിന്റെ പൂർണ്ണതയായ ദൈവം എന്നെയും നിങ്ങളെയും മാടി വിളിക്കുന്നു. അവനോടൊപ്പം നിത്യതയിൽ നിത്യമായി വസിക്കുവാൻ ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ നമ്മിൽ രൂപപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആദിമ സഭയുടെ അഭിഷേകം ആധുനിക സഭയിലേക്ക് ദൈവമേ വേഗം പകരണമേ എന്ന്. സഭ ഉണരും, നമ്മൾ ഉണരും, ഞാനും നിങ്ങളും ഉണരുമ്പോൾ സഭ ഉണരും. പ്രിയപ്പെട്ടവരെ, ഒരു രാഷ്ട്രീയ നേതാവല്ല നമ്മുടെ പ്രശ്നം. രാഷ്ട്രീയ സിദ്ധാന്തത്തിൽ അടിത്തറ പാകിക്കൊണ്ടുള്ള ഒരു ഗവൺമെന്റ് അല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം നമ്മിൽ ക്രിസ്തു രൂപപ്പെടാത്തതാണ്. നമ്മുടെ ശരിയായ പ്രശ്നം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് എന്നിലും നിങ്ങളിലും നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ക്രിസ്തു രൂപപ്പെട്ടാൽ ഈ ലോകത്തിന്റെ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള ബലം നമുക്ക് ലഭിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവേ, ആദിമ സഭയിൽ എന്നതുപോലെ ഞങ്ങളിലേക്ക് കടന്നു വരണമേ. ആദിമ സഭയിലെ അഗ്നി അഭിഷേകം ഈ കാലഘട്ടത്തിൽ
ആധുനിക സഭയ്ക്ക് നൽകിക്കൊണ്ട് ഞങ്ങളെ ക്രിസ്തുവിന്റെ സാക്ഷികളാക്കി മാറ്റണമേ. ഞങ്ങൾ ഇന്ന് ഭയക്കുന്ന, ഞങ്ങൾ ഇന്ന് പരാജയപ്പെടുന്ന സകല പ്രതിസന്ധിക്കുമുള്ള ഉത്തരം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ക്രിസ്തുവായി രൂപപ്പെടുക എന്നതാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ സഹായിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഒരുങ്ങാം. നമുക്ക് ശക്തിയോടെ സുവിശേഷം പങ്കുവെക്കാം, സുവിശേഷം ജീവിക്കാം. ക്രിസ്തു എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഒന്നായി പടപൊരുതാം. ഉണരേണ്ട കാലഘട്ടമായി ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം.